രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വനിതാ നേതാക്കളെ തള്ളി എം ഹസൻ. പാർട്ടി നിലപാടെടുക്കുന്നതിന് മുൻപ് വനിതാ അംഗങ്ങൾ രംഗത്തു വന്നത് തെറ്റ്, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും എം ഹസൻ പറഞ്ഞു. അത് അവർക്കൊക്കെ സ്വതന്ത്രമായ അഭിപ്രായം പറയാം, പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. അതങ്ങനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളിന് ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. സനിസ ശോഭ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനിസ, എം ഹസന്റെ പരാമർശത്തിന്റെ വിശദാംശങ്ങളാണ് സനിസ ശോഭ ചന്ദ്രൻ നൽകുന്നത്. സനിസ, കേൾക്കാമെങ്കിൽ ഈ ഷാനിമോൾ ഉസ്മാനെയും ഒപ്പം ഉമാ തോമസിനെയും മാത്രമല്ല ഇപ്പോൾ ഹസൻ തള്ളിയത്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും മുതിർന്ന നേതാവായ ഹസൻ തള്ളിയിരിക്കുന്നു. എങ്ങനെ കാണണം അദ്ദേഹത്തിന്റെ വാക്കുകളെ? ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് നേതൃത്വത്തിനിടയിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് വെളിവാക്കുന്നുണ്ടോ ഹസന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം? സൈഫുദ്ദീൻ, ആദ്യഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വത്തിൽ നിന്നും വരുന്ന ഒരു വിവരം എന്ന് വെച്ചാൽ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ല എന്ന തരത്തിലായിരുന്നു. എന്നാൽ അതൊക്കെ മാറി മറിയുന്നതായിട്ടാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടത്. ഇന്നിതാ രാഹുൽ രാജിവെക്കണം എന്ന് പറഞ്ഞ ഉമാ തോമസ് അടക്കമുള്ള വനിതാ നേതാക്കളെ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കളെയും അതുപോലെ തന്നെ സണ്ണി ജോസഫിനെയും ഒക്കെ KPCC അധ്യക്ഷനെയും ഒക്കെ തള്ളുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കം നിയമസഭയിൽ രാഹുൽ പങ്കെടുക്കും, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നും അത് ആവർത്തിക്കുകയാണ്, എം ഹസനും അത് ആവർത്തിക്കുകയാണ്. സത്യത്തിൽ 13ഓളം കേസുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. 13ഓളം കേസുകളിൽ രാഹുലിന്റെ മൊഴിയെടുക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഉടൻ മൊഴിയെടുപ്പുണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. വരുന്ന 15-നുള്ള നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കും. എന്നാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആളായതുകൊണ്ട് സംരക്ഷണം നൽകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നാണ് പറയുന്നത്. അപ്പോഴും സംരക്ഷണം നൽകില്ല എന്ന് അവിടെ ഒരു ഉറച്ച ഒരു നിലപാട് ആരും പറയുന്നില്ല, അതിനൊരു പ്രസക്തിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടത് രാഹുലിന്റെ അവകാശമാണ്. അത് മാത്രമല്ല, ഈ വനിതാ നേതാക്കളെ തള്ളുന്നതിനോടൊപ്പം അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പാർട്ടി ഒരു നിലപാട് എടുക്കുന്നതിന് മുന്നേ ഇതിൽ രാഹുൽ രാജിവെക്കണമെന്നൊരു നിലപാട് അവർ പറഞ്ഞതിൽ അത്തരം ഒരു പ്രതികരണം നൽകിയത് തെറ്റാണെന്ന് എം ഹസൻ ഉറച്ച് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പരാമർശമാണ്. ഇത്തരത്തിൽ ലൈംഗികാതിക്രമം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ രാജിവെക്കണമെന്ന് വനിതാ നേതാക്കൾ ഒരു ഉറച്ച നിലപാടെടുത്തപ്പോൾ അതിനെ തള്ളുന്ന ഒരു നിലപാടാണ് മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്നത് വളരെ ഖേദകരമാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ഈ CPM പോലെയുള്ള LDF സർക്കാർ നിലവിൽ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ MLA-മാരും മന്ത്രിമാരും ആരോപണ വിധേയനായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്. രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് മണിക്കൂറുകൾക്കകം തന്നെ, രാഹുലിന്റെ ഇത്തരത്തിലൊരു വിവാദമുണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ജനങ്ങൾ കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ LDF CPM ഇത് രാഷ്ട്രീയപരമായി എടുത്ത് UDF-നെ പ്രതിരോധത്തിലാക്കാനാണ് നോക്കുന്നത്. അത് നടക്കില്ലെന്നും എം ഹസൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ രാഹുലിനെതിരെ ഉയർന്നു വന്ന, ഇത്രയും ഗുരുതരമായി ഉയർന്നു വന്ന ആരോപണങ്ങളെയൊക്കെ തള്ളുന്ന രീതിയിൽ ഒരു പരോക്ഷമായി രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു വിവാദം ഒന്ന് തണുത്തതിന് ശേഷം വരുന്നതെന്ന് പറയാം. ആദ്യഘട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ അടക്കം പങ്കെടുപ്പിക്കില്ലെന്ന് പറഞ്ഞ നേതൃത്വത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. പാർട്ടിയിൽ തന്നെ, കോൺഗ്രസിൽ തന്നെ രാഹുൽ നിയമസഭയിൽ പങ്കെടുക്കണമോ എന്ന ഒരു ചോദ്യത്തിന് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി സംരക്ഷിക്കുന്ന നിലപാടാണ് മുതിർന്ന നേതാവായ എം ഹസനും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സനിസ ശോഭ ചന്ദ്രൻ.